ഓടി നടക്കണമെങ്കിൽ MLA കാർ വേണം എന്നതാണ് അവരുടെ പൊസിഷൻ അതായിരുന്നു. പക്ഷേ പാർട്ടിയുടെ കൂടെ ഓടി നടക്കാനും ഗ്രൗണ്ട് വർക്ക് നടത്താനൊന്നും വയ്യ. വിശ്രമ ജീവിതത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് കോൺഗ്രസിനോട് വരാൻ പോകുന്നത്. അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട് അവരെ, 3 തവണ MLA ആക്കിയിട്ടുണ്ട്. ഒരു തവണ സ്പീക്കർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ലെഫ്റ്റിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥി അവരായിരുന്നു എന്ന കാര്യം ആലോചിക്കണം. അങ്ങനെ എല്ലാ തരത്തിലും പരിഗണിക്കപ്പെട്ട ഒരാളാണ്. ഒരു ഘട്ടത്തിൽ മത്സരിക്കേണ്ടതില്ല എന്ന് പാർട്ടി പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പുള്ളിക്കാരി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയാണ്. CPM-ആയിട്ട് പരിപാടി ബന്ധത്തിനൊന്നും ഇല്ല എന്ന് പറയുന്നു. അവരെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. ഒരു ജില്ലാ CPM അവിടുത്തെ CPM-കാർ പറയുന്നത് ഒരു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പോലും കക്ഷി പങ്കെടുത്തിട്ടില്ല. അങ്ങനെ CPIM രാഷ്ട്രീയത്തിൻ്റെ പാർലമെൻ്ററി പൊളിറ്റിക്സ് അല്ലാതെ പാർട്ടി പ്രവർത്തനമുണ്ടല്ലോ, അതിനൊന്നും അവർക്ക് താല്പര്യമില്ല. ഓടി നടന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നവർ പ്രവർത്തിച്ചോട്ടെ. എന്താ ഈ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് CPM-നോട് വിട ചൊല്ലുമ്പോൾ 2024 നവംബറിലാണ് അന്ന് പറഞ്ഞത് ഓടി നടന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നവർ പ്രവർത്തിക്കട്ടെ, എനിക്ക് വയ്യ എന്നാണ്. എന്ന് വെച്ചാൽ ഓടി നടക്കണമെങ്കിൽ MLA കാർ വേണം എന്നതാണ് അവരുടെ പൊസിഷൻ അതായിരുന്നു. പക്ഷേ പാർട്ടിയുടെ കൂടെ ഓടി നടക്കാനും ഗ്രൗണ്ട് വർക്ക് നടത്താനൊന്നും വയ്യ. വിശ്രമ ജീവിതത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് കോൺഗ്രസിനോട് വരാൻ പോകുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നം അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു. UDF അവരെ ഇൻവൈറ്റ് ചെയ്യുന്നു. അവർ 2016 സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ആലോചന വന്ന ഘട്ടത്തിൽ അവർ കോൺഗ്രസുമായി ഡിസ്കഷൻ നടത്തിയെന്നുള്ള വാർത്ത അന്നേ ഉണ്ടായിരുന്നു. അന്നാണ് വീണ്ടും അവർ സ്ഥാനാർത്ഥിയാവുന്നത്. ഈ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടാണ് നേരെ സേവാഭാരതി പരിപാടിയിലൊക്കെ പോയി പങ്കെടുക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്സിൽ അങ്ങനെ ഇടതുപക്ഷം ആകപ്പാടെ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമില്ല. ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ടെക്നിക്കലി നിൽക്കുമ്പോൾ തന്നെ സേവാഭാരതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള രാഷ്ട്രീയ ആഴമൊക്കെ കക്ഷിക്കുണ്ടാകും. അതുകൊണ്ട് ഇടതുപക്ഷം മാറിപ്പോയതുകൊണ്ട് വിഷമിച്ചിറങ്ങുകയാണ് ഞാൻ എന്ന് പറഞ്ഞതിൽ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസവും KN ഭാർഗവ അവരെ മീറ്റ് ചെയ്തെന്നൊക്കെ കേട്ടത്. അപ്പോൾ അവരുടേത് ഒരു അവരാഗ്രഹിക്കാത്ത പദവികൾ കിട്ടാത്തതിൻ്റെ പേരിൽ സങ്കടവും നിരാശയും കൊണ്ടു നടന്ന ഒരാൾ അവർ സ്വാഭാവികമായിട്ടും ഇറങ്ങി അപ്പുറത്ത് പോകുന്നു. അതിനവർ പറയുന്ന റീസൺസിലൊന്നും വലിയ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് അങ്ങോട്ട് മാറുന്നുള്ളൂ. റജി ലൂക്കോസ് ഒക്കെ അപ്പുറത്ത് പോകുന്നുണ്ട്. എല്ലാവർക്കും ഒരു പറയാനൊരു കാരണം ഉണ്ടാവും. പക്ഷേ അതിനെന്തുമാത്രം ജെനുവിനിറ്റിയും ആഴമുണ്ടെന്ന് ചോദിച്ചാൽ അപ്പോൾ അതിന് വലിയ ജെനുവിനിറ്റി ആഴമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ദിവസം ഐഷ പോറ്റി എന്ന് പറയുന്ന ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ജൈന്റ് കില്ലർ സ്ഥാനാർത്ഥിയായിരുന്ന R. ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ച കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി ഇപ്പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പരിപാടി നടുക്കിലേക്ക് VD സതീശൻ കൈപിടിച്ച് കൊണ്ടുവരണം. അവർക്കൊരു ഇമേജ് സൃഷ്ടിക്കാൻ പറ്റി. അതൊക്കെ UDF-നെ സംബന്ധിച്ച് നേട്ടമാണ്. പക്ഷേ അതിനകത്തൊരു ഒരു രക്തസാക്ഷി പരിവേഷത്തോടെ വന്നിരിക്കുന്ന ഐഷ പോറ്റിയെ കൊട്ടാരക്കരക്കാർ കാണുമെന്ന് എനിക്ക് സംശയം. അയ്യോ, പാർട്ടി വഞ്ചിച്ചുകൊണ്ട് വന്നു. ആൾക്കാർക്ക് കൺവിൻസ് ആവണ്ടേ? നാളെ അവർ മത്സരിക്കാൻ തീരുമാനിച്ചാലും CPM അവരെ അവഗണിച്ചു, അല്ലെങ്കിൽ CPM അവരെ ആക്ഷേപിച്ചു, അങ്ങനെ ഒരു പോയിന്റും ഒരു സംഗതി നമ്മുടെ മുമ്പിൽ അത്തരം സംഗതികളൊന്നും തോന്നില്ല. ഒരു ഓളം ഉണ്ടാക്കാൻ UDF-ന് പറ്റുമായിരിക്കും.